എന്ത് മോശപ്പെട്ട ചോദ്യമാണത്. നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ട്? നിങ്ങള് എക്സിറ്റ് പോൾ മുതലേ എനിക്കിപ്പോ ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടാ. നിങ്ങളുടെ ഞാൻ ഒന്നും പറയുന്നില്ല. അതൊക്കെ മുഖ്യമന്ത്രിയുടെ നാവാണ്, മുഖ്യമന്ത്രിയുടെ ചിന്തയാണ്. അതൊന്നും ചോദ്യം ചെയ്യാനോ അതിനെയൊന്നും ഖണ്ഡിക്കാനോ ഒന്നും അത് അവരുടെ പാർട്ടിക്കാരൻ തന്നെയാണ്. കൊട്ടിയൂര് വരണം, അതാണ് ഉദ്ദേശം. അപ്പോ കളി ഭഗവാനെ തൊഴുതിട്ട് അതിനൊന്നും ഞാൻ ഇങ്ങനെയുള്ള ചാനൽ ചർച്ചയ്ക്ക് വിധേയനുമല്ല, ഞാൻ അതിന്റെ മെറ്റീരിയലും അല്ല. സാറ് തന്നെ ആദ്യം പറഞ്ഞത് എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് താങ്കളുടെ അല്ല, അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ല. ഞാൻ എന്റെ വഴിക്ക് സഞ്ചരിച്ചോട്ടെ. ഞാനൊരു വ്യക്തിയാണ്. ആദ്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട്. എല്ലാം ഞാൻ കണക്കിലെടുത്താണ് പോകുന്നത്. എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത്. എനിക്കതൊന്നും മുറിച്ചു കളയാനൊക്കത്തില്ല. ഞാൻ പണ്ടേ അങ്ങനല്ല, ഇലക്ഷൻ വേദികളിലും അങ്ങനെയല്ലായിരുന്നു. അതങ്ങനെ തന്നെയായിരിക്കും. എന്ത് മോശപ്പെട്ട ചോദ്യമാണത്. നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ട്? നിങ്ങള് എക്സിറ്റ് പോൾ മുതലേ എനിക്കിപ്പോ ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടാ. നിങ്ങളുടെ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഇനി അതിനൊന്നുമുള്ള സമയമല്ല. ഇനി ഒരു ഉത്തരവാദിത്വം ഏറ്റിട്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ തന്നെയാണ് അതൊക്കെ സത്യസന്ധമായി അതിന്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും ജനങ്ങളിലേക്ക് അത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടതും. കേരളത്തിൽ നിന്നുള്ള ആദ്യ ബിജെപിയുടെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിയായി അല്ല, അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതൊന്നും ഒരു ആടയാഭരണമല്ല. ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തെരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിന്റെ ഭാഗമാവുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ. ഇനി അത്രയുള്ളൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. തൃശ്ശൂരിലെ ജനങ്ങളെ, മലയാളികളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ടൂറിസം ആണല്ലോ. അങ്ങനെ ഒരു വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇത് അതിനുള്ള വേദിയല്ലെന്ന്. അതെ, അതിനുള്ള വേദിയല്ലത്. അതൊക്കെ ഞാൻ എന്റെ ഒരു ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യമുള്ള താങ്കളെ പിന്തുണച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ താങ്കളെ വല്ലാതെ സപ്പോർട്ട് ചെയ്തവര് തൃശൂർ മേഖലയിൽ CPM വിശദീകരണം തേടി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയലല്ല ഞാൻ. അവരൊക്കെ ചർച്ചിച്ചോട്ടെ, ഞാൻ അതിന്റെ ഭാഗമല്ല. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, എന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, എന്റെ ഭരണപരമായ ഒരു എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, ആ ജനങ്ങളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ജനസ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി, അത് വോട്ടിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതിനുവേണ്ടി 1.5 വർഷം പണിയെടുത്ത തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട്. അവരൊക്കെ മാത്രമാണ് എന്റെ ജനങ്ങളും അവരും ആണ് ഇനി എന്റെ ഉത്തരവാദിത്വം. എന്നെ അവർ ചേർത്ത് നിർത്തും എന്നാണ്. ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ? അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത്. കേരളത്തിന്റെ ടൂറിസം മന്ത്രി നാട്ടുകാരനാണ്. ഞാൻ ഭാരതത്തിന്റെ ടൂറിസം സഹമന്ത്രിയാണ്. അപ്പൊ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അറിയണം. പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്? ഇപ്പൊ ടൂറിസത്തിന്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് പ്രൈം സ്പോട്ട്സ്, അത് തന്നെയാണ് എന്റെ ഉന്നം. അവിടെ കേരളത്തിന്റെ സ്ഥാനം എന്താണെന്ന് എന്റെ പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലേ? അവർക്കെല്ലാം അവകാശമുണ്ട് അങ്ങനെ പറയാൻ. എനിക്കും അതുപോലെ ഒരു ചെറിയ അവകാശമുണ്ട്. താങ്കൾ ഏതെങ്കിലും സ്ഥലം ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, അതാ പറഞ്ഞത്, എനിക്കും എന്റേതായ അവകാശമുണ്ട്. എന്റെ അവകാശം ഞാൻ എന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞതാണ്. അതിപ്പോഴും നിലവിലുണ്ട്.
കോഴിക്കോടല്ല മറ്റൊരു സ്ഥലമാണെങ്കിൽ അത് അല്ല, രാഷ്ട്രീയ അതൊക്കെ- തീരുമാനം എന്നാണ് എം കെ രാഘവൻ അതൊക്കെ അല്ല അതിനെന്തായിരിക്കും മറുപടി? അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ഒരു എന്താണ് ഒരു ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത്. അദ്ദേഹം പറഞ്ഞതില്ല. ഒരു വൈദികനെ വിവരദോഷി അതൊക്കെ മുഖ്യമന്ത്രിയുടെ നാവാണ്, മുഖ്യമന്ത്രിയുടെ ചിന്തയാണ്. അതൊന്നും ചോദ്യം ചെയ്യാനോ അതിനെയൊന്നും ഖണ്ഡിക്കാനോ ഒന്നും അത് അവരുടെ പാർട്ടിക്കാരൻ തന്നെയാണ്. അത് അവർ തീർത്തോളും.